ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടുലൈറ്റ് കഫേയിലേക്കാണ് കേട്ടോ. അത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് പെഴല പാലത്തിൻ്റെ അടുത്തായിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ഉള്ളിലോട്ട് ഒരു റോഡാണ് കേട്ടോ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ ബഹളങ്ങളോ ഒച്ചപ്പാടോ അങ്ങനെ ഒന്നുമില്ല. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. നടക്കങ്ങടെ പോട്ടങ്ങടെ. ഹലോ ഗായ്സ്, അപ്പോൾ കണ്ടന്റ് ക്ഷാമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും ജിഷ്ണും കൂടെ എത്തിപ്പെട്ടത് ടുലൈറ്റ് കഫേയിലാണ് കേട്ടോ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. ഇവിടെ വന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പം ഒരു സൂര്യാസ്തമയത്തിന് മുന്നെങ്കിലും എത്തണം, എങ്കിലേ ആ ഒരു ഭംഗി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല കായലും. പിന്നെ കാണിക്കില്ല ഞാൻ പറയുള്ളൂ. ടേസ്റ്റ് ഞങ്ങളൊരു ബ്ലാക്ക് ടീയും ഒരു ലൈം ടീയാണ് പറഞ്ഞത് കേട്ടോ. ലൈം ടീ എന്നൊക്കെ പറയുമ്പോഴേ പണ്ട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കിന് ലൂസ് ടൂളൊക്കെ വരുമ്പോഴേ എൻ്റെ അമ്മയുടെ അമ്മ കട്ടൻ ചായക്കകത്ത് നേരം പിഴിഞ്ഞേരത്തില്ല, അതാണ് സാധനം. ചിയേഴ്സ് ഗൈസ്. ഇത് കട്ടൻ, അത് ലൈം ടീ. വേറെയൊക്കെ മാറിയിടാ. കായലിൻ്റെ സൈഡിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ചെറിയ വെളിച്ചത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അതൊക്കെ ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാം. ഇത് പക്ഷേ ടേസ്റ്റ് ഉണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. കുറച്ച് റേറ്റ് കൂടുതലാണ്. അതായത് പാരഗൺ റെസ്റ്റോറൻറ്റൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ടു എക്സ്പെൻസീവ്. നല്ല കാറ്റ്, നല്ല വൈബ്, നല്ല കപ്പ, നല്ല ബീഫ് കറി. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഇത് കഴിഞ്ഞിട്ടേ തൊട്ടടുത്ത പള്ളിയിൽ ഒരു പരിപാടി ഉണ്ട്, അവിടെ കൂടെ പോവാം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടല്ലോ, നിത്യസഹായ മാതാവിൻ്റെ പള്ളി. നല്ല ബീഫ് ഉണ്ടോ അവിടെ, കായയും ബീഫും. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. റേറ്റും കൂടെ പറയാം ഗൈസ്. നിങ്ങൾ മാറ്റി വെച്ചിട്ട് ആസ്വദിച്ച് കഴിക്കും. ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ, അത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷേ റേറ്റ് ഒന്ന് തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയും റെൻറ്റും ഒക്കെ മുതലാവണ്ടേ.